വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കർഷകർ. ദില്ലി ചലോ മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ ഹരിയാന പോലീസ് തടഞ്ഞു. കർഷകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നമ്മൾ ആദ്യം പോകുന്ന ആ ദൃശ്യങ്ങളിലേക്കും. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? അപ്പോൾ 101 കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്താനായിരുന്നല്ലോ തീരുമാനിച്ചത്. ആ മാർച്ച് തടഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ? വിജയകുമാർ, കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് ഇന്ന് 12 മണിയോടെയാണ് ശംഭു അതിർത്തിയിൽ നിന്ന് പുനരാരംഭിച്ചത്. ഇതിനു മുൻപ് പല ശ്രമങ്ങൾ ഈ ദില്ലി ചലോ മാർച്ചുമായി ബന്ധപ്പെട്ട് കർഷകർ നടത്തിയെങ്കിലും പലതവണയും ഹരിയാന പോലീസ് കർഷകർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് അത് തടയുകയായിരുന്നു. ഇന്ന് 12 മണിയോടെ ദില്ലി ചലോ മാർച്ച് ആരംഭിക്കുകയും കർഷകർ ഈ ശംഭു അതിർത്തിയിലേക്ക് എത്തിയ ഘട്ടത്തിൽ പോലീസ് പിന്തിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതിൽ അംബാല SP മുന്നോട്ട് വെച്ച കാര്യമെന്നുള്ളത് സുപ്രീം കോടതി ഇന്നലെ ഈ വിഷയം പരിഗണിക്കുകയുണ്ടായി. അപ്പോൾ സുപ്രീം കോടതി അറിയിച്ചത് ഈ ഉന്നതാധികാര സമിതി കർഷകരുമായി സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇതിലൊരു സമവായത്തിലെത്തണം. പ്രത്യേകിച്ച് ആ ബോർഡർ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. അതിൽ ചില യാത്രാ ദുരിതങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകരെ അനുനയിപ്പിച്ചുകൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. ആ കാര്യം ഇന്ന് അംബാല SP കർഷകരോട് പറയുകയുണ്ടായി. അതുപ്രകാരം ഈ മാസം 18 തന്നെ ഒരു യോഗം ചേരുന്നുണ്ട്. അതുവരെ നിങ്ങൾ സമാധാനപരമായി ഇരുന്ന് പ്രതിഷേധിക്കണം, ദില്ലി ചലോ മാർച്ചിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും കർഷകർ പിന്തിരിയാൻ തയ്യാറായില്ല. ഈ ഒരു ഘട്ടത്തിലാണ് പോലീസ് കർഷകർക്ക് നേരെ ഈ നടപടി സ്വീകരിക്കുന്നത്. ജലപീരങ്കിയും കണ്ണീർ വാതകവുമാണ് പ്രയോഗിച്ചത്. ഇതിൽ ചില കർഷകർക്ക് പരിക്കേറ്റതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിലൊരു നേരിയ സംഘർഷ അവസ്ഥയാണ് ശംഭു അതിർത്തിയിൽ നിലനിൽക്കുന്നത്. മിനിമം താങ്ങുവില, അതുപോലെ തന്നെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം, കർഷക സമരകാലത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ റദ്ദാക്കണം, നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കർഷകർ ഈ 101 കർഷകരെ അണിനിരത്തിയുള്ള ദില്ലി ചലോ മാർച്ച് ആരംഭിച്ചത്. ഇതിൽ പലതവണ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക സംഘടനകൾ സമയം നൽകിയിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഒരു അവഗണന നേരിടുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും ദില്ലി ചലോ മാർച്ചുമായി മുന്നോട്ട് പോകാൻ കർഷകർ തീരുമാനിച്ചത്. പക്ഷേ അത് ഈ നിലവിൽ ശംഭു അതിർത്തിയിൽ തന്നെ ഹരിയാന പോലീസ് തടയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ അംബാലയിൽ ഒരു ഇന്റർനെറ്റ് നിരോധനം നീട്ടിയിരിക്കുകയാണ്. 17 വരെയാണ് ആ ഇന്റർനെറ്റ് നിരോധനം നീട്ടിയിരിക്കുന്നത്. അങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടികൾ അത് കർഷകർക്ക് നേരെ സ്വീകരിക്കുന്നുണ്ട്. അതേ സമയത്ത് അച്യുതൻ, ഒരു നിമിഷം, ഇത് തത്സമയ ദൃശ്യങ്ങളാണ്. വീണ്ടും അവിടെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. കർഷകർ സംഘടനാ പ്രവർത്തകരിൽ പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും അവിടെ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പോലീസ് ബാരിക്കേഡ് ഭേദിച്ച് മുന്നോട്ട് നീങ്ങാൻ കർഷക സംഘടനാ പ്രവർത്തകർ, വിവിധ സംഘടനകളുടെ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് തുടർച്ചയായി അവിടെ ജലപീരങ്കി പ്രയോഗിച്ച് അവിടെ ആ മാർച്ച് തടയുകയാണ്. അതിനപ്പുറത്തേക്ക് അനുവദിക്കില്ല എന്ന കർശന നിലപാടിലാണ് ഹരിയാന പോലീസ്. പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. 101 കർഷകർ ഡൽഹി മാർച്ച് നടത്തും എന്നാണ് അറിയിച്ചിരുന്നത്. നേരത്തെയും ഇവരുടെ മാർച്ച് തടഞ്ഞിരുന്നു. തുടർച്ചയായി പോലീസ് അവിടെ ഇടപെടുന്നു, മാർച്ച് തടയുന്നു, വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. അച്യുതൻ, തുടരാം. അപ്പോൾ എന്താണ് അടുത്ത നീക്കം? ഇന്നും പോലീസ് തടയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കർഷക സംഘടനകൾ ഇതിനോട് പ്രതികരിക്കുക? അവിടെ നേതാക്കളിൽ പലരും നിരാഹാര സമരം തുടരുകയാണല്ലോ. അത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായി എന്ന വിവരവും അതിനിടയിൽ വന്നിരുന്നു. തീർച്ചയായിട്ടും വിജയകുമാർ, കർഷകർ അവരുടെ ആ ഒരു സമരം, അതിൻ്റെ ഒരു നിലപാട് അവർ കടുപ്പിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം കണ്ടത്. കഴിഞ്ഞ ദിവസവും ദില്ലി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട് പോയ ഘട്ടത്തിൽ പോലീസ് ഇതേ നടപടി സ്വീകരിച്ചു. അന്ന് കൂടുതൽ കർഷകർക്ക് പരിക്കേറ്റ ഒരു സാഹചര്യത്തിലാണ് ഈ തൽക്കാലം ദില്ലി ചലോ മാർച്ചിൽ നിന്ന് കർഷകർ പിന്മാറിയത്. തുടർന്ന് ഇന്ന് വീണ്ടും അതേ മാർച്ചുമായി മുന്നോട്ട് പോകാനാണ് കർഷകർ തീരുമാനിച്ചത്. എന്തായാലും നിലവിലിപ്പോൾ ഈ മേഖലയിൽ ശംഭു അതിർത്തിയിൽ ഒരു സംഘർഷ
സംഘർഷ സാഹചര്യമാണുള്ളത്. പോലീസും കർഷകരുമായി ഒരു സംഘർഷ സാഹചര്യമാണുള്ളത്. കർഷകർക്ക് നേരെ കണ്ണീർ വാതകം ഉൾപ്പെടെയുള്ള പോലീസ് നടപടികൾ പ്രയോഗിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ ശരി, അച്യുതനാണ് ശംഭു അതിർത്തിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കർഷക മാർച്ച് പോലീസ് തടഞ്ഞു. അവിടെ ഹരിയാന പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കർഷകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും കർഷകരുടെ അടുത്ത നീക്കമെന്നത് അവർ യോഗം ചേർന്ന ശേഷം തീരുമാനിക്കുകയും അത് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്യുമെന്നാണ് അച്യുതൻ വിവരങ്ങൾ നൽകുന്നത് ശംഭു അതിർത്തിയിൽ നിന്ന്. ഇന്നത്തെ മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. ഇതെന്ത് ന്യായമെന്ന് കേരളം. മുണ്ടക്കൈ രക്ഷാദൌത്യത്തിന് തുക ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരളം. പണം നൽകാൻ കഴിയില്ലെന്നറിയിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. എയർലിഫ്റ്റിംഗിന് ചെലവായ 132 കോടി തിരിച്ചടയ്ക്കണമെന്നായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ കത്ത്. കേന്ദ്ര നടപടിയെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രിമാർ രംഗത്തെത്തി. 2019 പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിന് 132 കോടി 62 ലക്ഷം രൂപ കേരളം തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. എത്രയും പെട്ടെന്ന് തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ചീഫ് സെക്രട്ടറിക്ക് എയർ വൈസ് മാർഷൽ കത്ത് നൽകിയത്. കേന്ദ്ര നടപടി ജനാധിപത്യ വിരുദ്ധമെന്നും പണം നൽകാൻ കഴിയാത്തതിന്റെ സാഹചര്യം വിശദീകരിച്ച് കേന്ദ്രത്തിന് മറുപടി കത്തയക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. വിവിധ കമ്മിറ്റ്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂട്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് വന്നിരിക്കുന്നത്. കേരളത്തിനോടുള്ള ഒരു മര്യാദഘട്ട സമീപനമാണ്, ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കാണിക്കുന്നത്. സഹായം നേടിയെടുക്കുന്നതിൽ ഒപ്പം നിൽക്കാതെ പ്രതിപക്ഷം പിന്നിൽ നിന്ന് കുത്തിയെന്ന മന്ത്രി എം പി രാജേഷ് കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരം പറയാതിരിക്കുകയും സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പ്രതിപക്ഷവും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറാവണം. പ്രതിപക്ഷം അവരുടെ നിലപാട് പറയണ്ടേ? കേരളത്തിലെ സർക്കാരിനെ പിന്നിൽ നിന്ന് കുത്താനാണോ ശ്രമിക്കേണ്ടത് കേന്ദ്രത്തിന്റെ കൂടെ? ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്നായിരുന്നു കെ വി തോമസിന്റെ പ്രതികരണം. കേരളത്തിനെതിരെ കേന്ദ്രം നടത്തുന്നത് രാഷ്ട്രീയ നീക്കമാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും വിമർശിച്ചു. കേന്ദ്ര നടപടിയെ രാഷ്ട്രീയമായി നേരിടാനാണ് സർക്കാർ തീരുമാനം. അതേസമയം കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ തുക അടയ്ക്കാതെ വേറെ പോംവഴികൾ ഉണ്ടാകില്ല. SDRF-ൽ നിന്ന് പണമടച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. അതേസമയം വയനാടിനോട് അവഗണനയെന്നാരോപിച്ച് പാർലമെന്റിന് പുറത്ത് UDF LDF MPമാരുടെ സംയുക്ത പ്രതിഷേധം. ദുരന്ത സമയത്ത് ജനങ്ങളോട് രാഷ്ട്രീയ വിവേചനം കാണിക്കരുതെന്ന് MPമാർ പറഞ്ഞു. വയനാട് ദുരന്ത നിവാരണ പാക്കേജ് ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ 24 MPമാർ ഒപ്പിട്ട നിവേദനം നൽകി 10 ദിവസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് കേരള MPമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചത്. വയനാടിന് നീതി നൽകണം എന്ന ബാനറും മുദ്രാവാക്യങ്ങളുമായി നടത്തിയ പ്രതിഷേധത്തിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും UDF LDF MPമാർ പങ്കെടുത്തു. ദുരന്ത സമയത്ത് രാഷ്ട്രീയ വിവേചനം കാണിക്കരുതെന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി. That is a time when they are supposed to set politics aside and give the assistance required. We are actually deeply disappointed because we expected that at least highlighting this issue, going to them, explaining the kind of pain and suffering which frankly they themselves have seen. Prime Minister himself has seen. സഹായം വൈകിപ്പിക്കുന്നതിനു പിന്നിൽ രാഷ്ട്രീയ തീരുമാനമാണെന്നും MPമാർ ആരോപിച്ചു. കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല ചോദിക്കുന്നതെന്ന് CPIM രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചെലവ് പോലും ഈ ദുരിതം അനുഭവിക്കുന്ന ജനത നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള വശം. യഥാർത്ഥത്തിൽ വയനാട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ പറയുന്നതെല്ലാം പച്ചക്കളവാണെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി വന്ന് വാഗ്ദാനം ചെയ്ത ആ പറയുന്ന സഹായം പോലും കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ. കേന്ദ്രത്തിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് MPമാരുടെ തീരുമാനം. 24 ഡൽഹി. ഇപ്പോഴിതാ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലും കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട്. VGF ഗ്രാന്റിന്റെ കാര്യത്തിലെ പൊതുനയത്തിൽ കേന്ദ്രം മാറ്റം വരുത്തി, അത് ശരിയല്ല, ആ നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്.
തൂത്തുക്കുടി തുറമുഖത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം ഈ സമീപനമല്ല സ്വീകരിച്ചതെന്ന് കേന്ദ്രത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ കത്തിൽ. തൂത്തുക്കുടിക്ക് കിട്ടിയ അതേ പരിഗണന വിഴിഞ്ഞത്തിനും വേണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന്റെ കാര്യത്തിൽ കേന്ദ്രവും കേരളവും തമ്മിൽ തർക്കം തുടരുകയാണ്. ആ വിഷയത്തിൽ കേന്ദ്രം നിലപാട് തിരുത്തണമെന്നാണ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോകുന്നു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലെ ചർച്ച തുടരുകയാണ്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ഇന്ന് ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ചർച്ചയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സംസാരിക്കും. അതേസമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് തിങ്കളാഴ്ച വരികയാണ് സഭയിൽ. പ്രതിപക്ഷം കടുത്ത എതിർപ്പ് വിയോജിപ്പ് ഈ വിഷയത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഭരണഘടനാ ചർച്ചയിലും ഇത് നിഴലിക്കാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, BJPയുടെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. അതിനായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിനും അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് 2 ബില്ലുകളാണ് തിങ്കളാഴ്ച ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള 129 ഭേദഗതി ബില്ലും ഒപ്പം തന്നെ നിയമസഭയുള്ള നിലവിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായി മറ്റൊരു ബില്ലും എന്നിവയാണ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിക്കുക. ഈ ബില്ലിനെതിരെ കടുത്ത എതിർപ്പ് പ്രതിപക്ഷം ഇതിനകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഫെഡറലിസത്തിനെതിരാണ് ബില്ല് എന്നും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്നും നിലപാട് അറിയിച്ചിരിക്കുന്നു. ഇത് പാർലമെന്റിൽ എത്തുമ്പോഴും എതിർക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഒരു സമവായത്തിന് തയ്യാറാണ് സർക്കാർ എന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. JPCക്ക് വിടാനുള്ള ആവശ്യം ഉയർന്നാൽ ഉടൻ തന്നെ JPCക്ക് വിടുക, സമവായത്തിലെത്തിയ ശേഷം നടപ്പാക്കുക എന്നുള്ളതാണ് സർക്കാരിന് ഈ വിഷയത്തിലുള്ള നിലപാട്. പ്രത്യേകിച്ചും ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട 50% സംസ്ഥാനങ്ങളുടെ അനുമതി കൂടി ആവശ്യമാണ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സമവായത്തിന് സർക്കാർ വഴങ്ങും ഈ വിഷയത്തിലെന്ന് ഉറപ്പാണ്. ഇതെല്ലാം തന്നെ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇന്ന് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചകളിൽ അംബേദ്കറിന്റെ ഉദ്ധരണികൾ ഉപയോഗിച്ച് കോൺഗ്രസിനെ ആക്രമിക്കാനാണ് കിരൺ റിജിജു ശ്രമിച്ചത്. ഇന്ന് അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി സംസാരിക്കും. ചർച്ചകൾക്ക് ഏറ്റവും അവസാനം മറുപടി പറയുക പ്രധാനമന്ത്രിയാകും. വിജയകുമാർ, യെസ്, വളരെ പ്രധാനപ്പെട്ട നടപടികൾ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടികൾ ഇന്നുണ്ടാകും. ഒപ്പം തിങ്കളാഴ്ച ലോക്സഭയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് വരികയാണ്. അപ്പോൾ അതിന്മേലും പ്രതിപക്ഷത്തിന് വലിയ വിയോജിപ്പുണ്ട്. ആ വിഷയത്തിൽ തിങ്കളാഴ്ച എന്തായിരിക്കും സർക്കാരിൻ്റെ നീക്കങ്ങൾ, പ്രതിപക്ഷം എങ്ങനെയായിരിക്കും അതിനെ പ്രതിരോധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ സംഭവബഹുലമാകാൻ പോവുകയാണ്. ലോക്സഭ രാജ്യസഭ നടപടികൾ അടുത്ത ദിവസങ്ങളിൽ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. മലബാർ മേഖലയിലെ വ്യായാമ കൂട്ടായ്മ മെക്സ് 7-നെതിരെ ആരോപണവുമായി CPIM-ഉം സമസ്ത AP വിഭാഗവും. മെക്സ് 7 പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമാണെന്ന് ആരോപണം ഉയർന്നു. എന്നാൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ് കൂട്ടായ്മയെന്നാണ് മെക്സ് 7-ന്റെ പ്രതികരണം. മെക്സ് 7 എന്നറിയപ്പെടുന്ന മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ വ്യായാമ കൂട്ടായ്മയുടെ പേരിലാണ് വിവാദം. മലബാർ മേഖലയിൽ അതിവേഗം പ്രചരിക്കുന്ന കൂട്ടായ്മയ്ക്കെതിരെ CPIM-ഉം സുന്നി AP വിഭാഗവുമാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. മെക്സ് 7 പിന്നിൽ മതരാഷ്ട്രവാദികളാണെന്ന CPIM. മെക്സ് 7 വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുണ്ടെന്നാണ് ആരോപണം. സമീപകാലത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ ഈ സംഘപരിവാർ, SDPI പോലുള്ള മതരാഷ്ട്രവാദികളും തീവ്രവാദികളും എല്ലാം ഇത്തരം പൊതു ഇടങ്ങളിലും പൊതുവേദികളിലും നുഴഞ്ഞു കയറി തങ്ങളുടെ സങ്കുചിതമായ മതരാഷ്ട്രവാദത്തിനും അതുപോലെ വർഗീയ അജണ്ടക്കുമെല്ലാം ഒരു മറയാക്കി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ മുന്നറിയിപ്പാണ് ഞങ്ങൾ പൊതുവെ സമൂഹത്തിൽ നൽകി. മെക്സ് 7 പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന AP സുന്നി വിഭാഗം. സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുത്. മെക്സ് 7 പിന്നിൽ ചതിയെന്നും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ജമാഅത്തെ ഇസ്ലാമിയുടെ ചതി, അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകും. വേറെ പല പേരിലും സുന്നികളെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കുക. അതെങ്ങനെ? നമുക്ക് കളരി പഠിക്കാം, വേറൊരു പരിപാടി വ്യായാമം ഉണ്ടാക്കുക, ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോവുക. പിരിയുമ്പോൾ നമുക്കൊരു മുസാഫത്ത് നടത്തി കളയാം, ഒരു സലാം ചൊല്ലി കളയാം. ആകയാൽ സുന്നത്തിയമായിട്ട് വിളിക്കുക. ഇതൊക്കെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വലിയ ചതിയാണ്, വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട്. ആരോപണങ്ങൾ തള്ളുകയാണ് വ്യായാമ കൂട്ടായ്മ.
എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും കൂട്ടായ്മയിലുണ്ടെന്നാണ് വിശദീകരണം. ഇതിൽ ഒരു SDPIൻ്റെ കടന്നുകയറ്റില്ല, ജമാഅത്തെ ഇസ്ലാമിൻ്റെ കടന്നുകയറ്റില്ല. ഇതിൽ പിന്നെ രാഷ്ട്രീയപരമായിട്ട് യാതൊരു വ്യത്യാസവും, ഒരു അഭിപ്രായ വ്യത്യാസവും ഇതിലില്ല. ഒരു മത ചിന്താഗതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത് പോണത്. ഇതിലെല്ലാ വിഭാഗം ആളുകളുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, BJP വരെ ഉണ്ട് ഇതിൽ. ആരോഗ്യ സംരക്ഷണത്തിന് 21 മിനിറ്റ് നീളുന്ന വ്യായാമ പദ്ധതിയാണ് MEC7. മലപ്പുറം തുറക്കലിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സ്വലാഹുദ്ദീനാണ് MEC7ന് നേതൃത്വം നൽകുന്നത്. 24 കോഴിക്കോട്. ഇപ്പോൾ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അതെ, അത് ഇപ്പോൾ നിങ്ങൾ പല മാധ്യമക്കാർക്കും എന്നെ മുന്നേ ഓഫീസിൽ വരുന്ന സമയത്ത് അറിയുന്ന ആളുകൾക്ക് അറിയാം. അതായത് ഓഫീസിൽ ഓൾ ഇൻ ഓൾ എല്ലാ ജോലികളും ഞാൻ തന്നെയായിരുന്നു. കാരണം ജില്ലാ പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും തന്നെയാണ് അത് ഏൽപ്പിക്കാറ്. അതാണല്ലോ ഞാൻ ഓഫീസിലെ ട്രഷററും അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് എല്ലാം ചെയ്യേണ്ടായിരുന്ന ആ ഓഡിറ്റിംഗ് എന്നുള്ള ജോലി. ഓഡിറ്റിങ്ങിന് വരുന്ന ആളുകൾക്ക് എല്ലാ കണക്കുകളും ഫയലുകളും ബില്ലുകളും എല്ലാം ഞാൻ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓഫീസിലെ ഓൾ ഇൻ ഓൾ കാര്യങ്ങൾ ഞാൻ തന്നെയായിരുന്നു. അത് കാരണം കൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചത്. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഞാൻ പറയുന്ന രീതിയിൽ ഞാൻ കൊടുത്ത മൊഴി പ്രകാരം പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൽ ആരെല്ലാം പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതെല്ലാം തെളിയിക്കേണ്ടത് പോലീസിൻ്റെ ഒരു ചുമതലയാണ്. അപ്പോൾ അത് പോലീസ് ആ രീതിയിലുള്ള അന്വേഷണമായിട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്താനായിട്ട് പോലീസിന് സാധിക്കും. അല്ല, അത് ഇപ്പോൾ അന്വേഷണം ഒരു രീതിയിൽ നടക്കുന്ന സമയത്ത് ഞാൻ പോലീസിനോട് നമ്മൾ ഇന്ന ആളുകളെ അതല്ലല്ലോ പറയേണ്ടത്. അതിൽ ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ രഹസ്യ മൊഴിയായിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ കോടതിയിലും ഇത് ഞാൻ കൊടുക്കുന്നുണ്ട്, പോലീസിൻ്റെ മൊഴിയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെ അതെ അതെ, ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതും ഇന്ന് പറയണതും ഒരേപോലെയാണ്. അതിൽ നിന്ന് എനിക്ക് മാറ്റേണ്ട കാര്യമില്ല. കാരണം ഞാൻ കണ്ട കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അതേ രീതിയിലുള്ള ഞാൻ കണ്ട കാര്യങ്ങൾ ഇതിൽ ആരെല്ലാം പങ്കാളികളായിട്ടുണ്ട്, ആർക്കൊക്കെ ഈ പണമിടപാടായിട്ട് ബന്ധങ്ങളുണ്ട്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ 164 സ്റ്റേറ്റ്മെൻ്റായിട്ട് ഞാൻ കൊടുക്കും. യെസ്, തിങ്കളാഴ്ചയാണ് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി, തിരൂർ സതീഷിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. അതിൻ്റെ മാധ്യമങ്ങൾ ആ വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടിയത്. ഇനി നമുക്ക് നോക്കാം എന്താണ് വിവാദമായ ഈ MEC7 കൂട്ടായ്മ എന്നത്. ആരൊക്കെയാണ് ഈ കൂട്ടായ്മയുടെ ഭാഗം? കാണാം 24 എക്സ്പ്ലെയിനർ. ഗുണം വിളയുന്നൊരു MEC7, മനം നിറയുന്നൊരു MEC7. ഇന്ത്യൻ പാരാമിലിറ്ററി സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച മലപ്പുറം കൊണ്ടോട്ടിത്തുറക്കിലെ P സലാഹുദ്ദീൻ തുടക്കമിട്ട ആരോഗ്യ പ്രസ്ഥാനമാണ് MEC7 അഥവാ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. മനം നിറയുന്നൊരു MEC7, മെയ്യും മനവും വഴക്കി നമ്മെ കരുത്തരാക്കും MEC7. ഇതിനകത്ത് വരുന്ന എയറോബിക് എക്സസൈസ് വരുന്നുണ്ട്, സിമ്പിൾ എക്സസൈസ് വരുന്നുണ്ട്, യോഗ എക്സസൈസ് വരുന്നുണ്ട്, ഡീപ്പ് ബ്രീത്തിങ് വരുന്നുണ്ട്, അക്യുപ്രഷർ വരുന്നുണ്ട്, മെഡിറ്റേഷൻ വരുന്നുണ്ട്, ഫേസ് മസാജ്. ഇങ്ങനെ 7 കണ്ടന്റ് ഉപയോഗിച്ച് 21 എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്. 21 മിനിറ്റാണ് സമയം എടുക്കുകയുള്ളൂ. നാട്ടുകാരുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിൽ വ്യായാമ മുറകൾക്കായി സലാഹുദ്ദീൻ നാട്ടിൽ 2012 MEC7 തുടങ്ങുന്നത്. 2022 മുതൽ പുതിയ ശാഖകൾ ആരംഭിച്ച MEC7 മലബാറിൽ 2 വർഷത്തിനുള്ളിൽ 1000ഓളം യൂണിറ്റുകളായി വളർന്നു. ഫീഡ്ബാക്സും കാര്യങ്ങളും നേരത്തെ എടുത്ത് സ്ക്രൂട്ടിനി ചെയ്തു, അനലൈസ് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇത് വലിയ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് 2-3 മാസം കൊണ്ട് പ്രഷർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, യൂറിക് ആസിഡ് തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ നന്നായിട്ട് റിലീഫ് കിട്ടുന്നുണ്ട്. പലർക്കും അതിന് പൂർണ്ണമായിട്ട് മുക്തമാകാൻ വരെ സാധ്യമാകുന്നുണ്ട്. ശരീരത്തിനും മനസ്സിനും നവയൗവനം നൽകുക എന്ന MEC7 പ്രമേയം എല്ലാ പ്രായക്കാർക്കിടയിലും പ്രചാരം നേടി. എയറോബിക്സ്, ഫിസിയോതെറാപ്പി, യോഗ, മെഡിറ്റേഷൻ, ഫേസ് മസാജ്, അക്യുപ്രഷർ, ഡീപ്പ് ബ്രീത്തിങ് തുടങ്ങി ഒരു ദിവസം 21 മിനിറ്റ് മാത്രം വേണ്ടിവരുന്ന 21 വ്യായാമ മുറകൾ ഉൾക്കൊള്ളുന്നതാണ് MEC7. ഓരോ ക്ലബ് അംഗവും താൻ പരിശീലിക്കുന്നത് കുടുംബാംഗങ്ങളെയും പരിശീലിപ്പിക്കണം. പക്ഷാഘാതം വന്ന രോഗികളെ സന്ദർശിക്കുകയും രോഗികളെ കൊണ്ട് കഴിയുന്ന വ്യായാമം ചെയ്യിപ്പിക്കണം തുടങ്ങി
നിരവധി നിർദ്ദേശങ്ങൾ കൂട്ടായ്മ നൽകുന്നു. 60 വയസ്സിന് മുകളിലുള്ളവരാണ് കൂട്ടായ്മയിൽ പ്രധാനമായുമുള്ളത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച ലീഡറും ട്രെയിനർമാരായി സ്ത്രീകൾ തന്നെയുള്ള വനിതാ യൂണിറ്റുകളും പിന്നാലെ നിലവിൽ വന്നു. UAE ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്കും മെക്സവൻ വളർന്നു. വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളുണ്ടെന്ന വാദം പൂർണ്ണമായും നിഷേധിക്കുകയാണ് മെക്സവൻ അധികൃതർ. റിസർച്ച് ഡെസ്ക് 24. 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത പാലക്കാട് പനയമ്പാടം വളവിൽ അപകട സാധ്യതാ മുന്നറിയിപ്പ് നൽകിയ റിപ്പോർട്ടുകൾ ദേശീയപാത അതോറിറ്റി അവഗണിച്ചു. IIT നാറ്റ്പാക് റിപ്പോർട്ടുകളിലെ ശുപാർശകൾ നടപ്പാക്കിയിട്ടില്ല. റോഡിൽ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് കരാറുകാർ കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. കുരുതിക്കളമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ നിരത്തുകൾ. സംസ്ഥാനത്ത് 4592 ബ്ലാക്ക് സ്പോട്ടുകൾ. ഈ വർഷം ഒക്ടോബർ വരെ കേരളത്തിലെ റോഡ് അപകട മരണത്തിന്റെ കണക്ക് 3168 മോട്ടോർ വാഹന വകുപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം പനയമ്പാടം റോഡിനെ കുറിച്ച് പഠിച്ച പാലക്കാട് IITയുടെ റിപ്പോർട്ട് ഇങ്ങനെ: ഓവർടേക്കിനോ വാഹനങ്ങൾ തമ്മിലുള്ള അകലം പാലിക്കാനോ ഇവിടെ സാധ്യമല്ല. റോഡ് ചെരിഞ്ഞ് ഉയരത്തിലാണ്. തെന്നൽ പ്രതിരോധ ശേഷി കുറവ്. 30 കിലോമീറ്ററാക്കി വേഗപരിധി നിയന്ത്രിക്കണമെന്നും നിർദ്ദേശമുണ്ട്. റോഡ് നവീകരണത്തിന്റെ സമയത്ത് തന്നെ ലഭിച്ച ഈ റിപ്പോർട്ടിൽ ഫലപ്രദമായ ഒരു നടപടിയും കൈക്കൊണ്ടില്ല. നാറ്റ്പാക് റിപ്പോർട്ടുകളും അവഗണിച്ചു. മഴവെള്ളം ഒഴുക്കാൻ ഡ്രെയിനേജ് ഇല്ല. ക്യാമറകൾ സ്ഥാപിച്ചില്ല. കരാറുകാരുടെ മറുപടി കേന്ദ്രം വിശ്വസിച്ചു. മുൻകരുതലായി കൊടുത്ത റിപ്പോർട്ടിലെ വിവരങ്ങളെല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങി. പനയമ്പാടത്തെ ദേശീയപാത ഇന്ന് സമരമുഖമായി മാറി. യൂത്ത് ലീഗിന്റെ റോഡ് ഉപരോധിച്ചുള്ള സമരം നടന്നു. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നിരാഹാര സത്യാഗ്രഹവും ആരംഭിച്ചു. അപാകതകളിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഉപരോധം. സുരക്ഷാ ഓഡിറ്റിംഗ് പോലും വൈകുന്നതിൽ പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസിന്റെ നിരാഹാര സത്യാഗ്രഹം. രാവിലെ നടക്കുമെന്നറിയിച്ച സംയുക്ത സുരക്ഷാ ഓഡിറ്റിംഗ് വൈകുന്നേരത്തേക്ക് മാറ്റി. മന്ത്രി ഗണേഷ് കുമാറിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് സമയമാറ്റമെന്നറിയുന്നു. 24 പാലക്കാട്. നിയമങ്ങൾ കാറ്റിൽ പറത്തി കൊല്ലത്ത് അനധികൃത മദ്യവിൽപ്പന. കാവനാട് സാൻഡ് ബാറിൽ രാവിലെ 9 മണി മുതലാണ് മദ്യവിതരണം തുടങ്ങിയത്. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. 24 ഇൻവെസ്റ്റിഗേഷൻ. സമയം ഇപ്പോൾ 8:43 സാധാരണഗതിയിൽ ബാറുകൾ തുറക്കേണ്ട സമയം 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ്. പക്ഷേ കൊല്ലം കാവനാടുള്ള ഒരു ബാർ രാവിലെ മുതൽ തന്നെ പ്രവർത്തനം ആരംഭിക്കും. വിൽപ്പന മാത്രമല്ല, പൊതിഞ്ഞ് പുറത്തേക്ക് കൊടുത്തുവിടുന്നതിനും ഈ ബാറിൽ സൗകര്യങ്ങളുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടേക്കാണ് ഈ യാത്ര ഞങ്ങൾ തുടങ്ങുന്നത്. രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ബാറുകളിൽ മദ്യവിൽപ്പനയ്ക്ക് അനുമതിയുള്ളത്. എന്നാൽ കൊല്ലം കാവനാട് പ്രവർത്തിക്കുന്ന സാൻഡ് ബാറിൽ രാവിലെ 9 മണി മുതൽ മദ്യവിതരണം ആരംഭിക്കും. ഉടമയുടെ സാന്നിധ്യത്തിലാണ് ഈ അനധികൃത മദ്യക്കച്ചവടം. പാഴ്സലായും മദ്യം ഇവിടെ നിന്ന് യഥേഷ്ടം ലഭിക്കും. ശക്തികുളങ്ങര പോലീസിന്റെ കൺമുന്നിലാണ് ഈ മദ്യക്കച്ചവടം. പ്രധാന കവാടം വഴി ആളെ കയറ്റിവിട്ടാണ് മദ്യവിൽപ്പന. ക്യാമറാമാൻ ശ്രീകാന്ത് PS നൊപ്പം അരുൺ രാജ്, 24 കൊല്ലം. കൊല്ലം കാവനാട്ടെ സാൻഡ് ബാറിൽ എക്സൈസിന്റെയും പോലീസിന്റെയും സംയുക്ത പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. സമയക്രമം പാലിക്കാതെ മദ്യവിൽപ്പന നടത്തുന്നുവെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് പരിശോധന. അരുൺ രാജ് വിവരങ്ങൾ നൽകും.
കൊല്ലത്ത് നിന്ന്. അരുൺ, ഇത് ഈ വാർത്തയ്ക്ക് മുമ്പേ തന്നെ അവിടെ പോലീസിനും എക്സൈസിനും ഒക്കെ അറിയാവുന്ന കാര്യമായിരുന്നു. വാർത്ത പുറത്തു വന്നതോടെ അവർ കൂടി യഥാർത്ഥത്തിൽ ഇത് പ്രതിരോധത്തിലായി എന്ന് തോന്നുന്നു. തുടർ നടപടികൾ ഉണ്ടാകുമോ? വിജയകുമാർ, നേരത്തെ തന്നെ ഈ ബാർ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന ഉണ്ട് എന്ന കാര്യം പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. പക്ഷേ ഇത് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ കണ്ണടച്ച് മുന്നോട്ട് പോവുകയായിരുന്നു? നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് തൊട്ട് പിന്നാലെയാണ് ആദ്യം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ബി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇപ്പോൾ ബാറിൽ പരിശോധന തുടരുകയാണ്. പോലീസിന്റെ പ്രത്യേക സംഘവും ഈ ബാറിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. അനധികൃത മദ്യക്കച്ചവടവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പോലീസ് ഇപ്പോൾ CCTV അടക്കം ഈ ബാറിൽ നിന്ന് ശേഖരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബാറിലെ സ്റ്റോക്ക് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാം എന്നുള്ള കാര്യം എക്സൈസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. കാരണം എക്സൈസ് പറയുന്നത് ഇത്തരത്തിൽ പാഴ്സലായി കൊടുക്കാൻ ബാറുകൾക്ക് അധികാരമില്ല, നിയമപരമായി ഇത് തെറ്റാണ്. അത്തരത്തിൽ പാഴ്സലായി കൊടുത്ത ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ട സാഹചര്യത്തിൽ കേസടക്കം എടുക്കേണ്ട സ്ഥിതിയിലേക്ക് ഇപ്പോൾ എക്സൈസ് എത്തിയിരിക്കുകയാണ്. എന്തായാലും അനധികൃത മദ്യക്കച്ചവടത്തിന്റെ ഒരു വിവരം അത് പോലീസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയടക്കം ഇക്കാര്യത്തിൽ ജാഗ്രത കാട്ടണം, ഈ ക്രിസ്മസും ന്യൂ ഇയറുമാണ്, ഇക്കാര്യത്തിൽ ജാഗ്രത വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അനധികൃതമായി യഥേഷ്ടം യാതൊരു സമയക്രമവും പാലിക്കാതെ ഇത്തരത്തിൽ മദ്യക്കച്ചവടം നഗരഹൃദയത്തിൽ തന്നെ നടന്നത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണവും പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. സംയുക്ത പരിശോധന നടക്കുകയാണ്. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് ആ പരിശോധന അവിടെ നടക്കുന്നത്. തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഈ ക്രമവിരുദ്ധമായ ചട്ടവിരുദ്ധമായ സമയക്രമം പാലിക്കാതെയുള്ള മദ്യവിൽപ്പന, അതിൽ ഉറപ്പായും എക്സൈസിന്റെ നടപടി ഉണ്ടാകും. അരുൺ രാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. SSLC +1 ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന് സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. യൂട്യൂബ് ചാനലുകളിലൂടെയാണ് ചോദ്യപേപ്പർ ചോർന്നതെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചോർച്ചയിൽ സംസ്ഥാന പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരാതി നൽകി. SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെയും +1 കണക്ക് പരീക്ഷയുടെയും ചോദ്യപേപ്പറാണ് യൂട്യൂബ് ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ ചോദ്യപേപ്പർ ചോർച്ച സമ്മതിക്കാതിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഒടുവിൽ ചോദ്യപേപ്പർ ചോർച്ച തുറന്ന് സമ്മതിച്ചു. SSLC ഇംഗ്ലീഷ് +1 ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, സംസ്ഥാന DGP, സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകും. +1 +2 ക്രിസ്മസ് മോഡൽ പരീക്ഷയുള്ള ചോദ്യപേപ്പർ SCERT വർക്ക്ഷോപ്പ് നടത്തിയാണ് നിശ്ചയിക്കുന്നത്. 2 സെറ്റ് ചോദ്യപേപ്പറാണ് തയ്യാറാക്കുക. അതിൽ ഒരു സെറ്റ് തെരഞ്ഞെടുത്ത സംസ്ഥാനത്തിന് പുറത്തുള്ള കോൺഫിഡൻഷ്യൽ പ്രസ്സിൽ പ്രിന്റ് ചെയ്ത് അവർ തന്നെ 14 ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു. ട്യൂഷൻ സെന്ററുകൾ മുഖേന യൂട്യൂബ് ചാനലുകളിലേക്ക് ചോദ്യപേപ്പർ എത്തിയതാകാമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കരുതുന്നുണ്ട്. ഇതിന് കൂട്ടുനിന്ന വകുപ്പിലെ അധ്യാപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മന്ത്രിയുടെ മുന്നറിയിപ്പ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന അതീവ ഗൗരവമുള്ള സംഭവവികാസമാണ്. ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. കുട്ടികളുടെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിട്ടുവീഴ്ചകളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുകയില്ല. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ വിവരങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ശേഖരിക്കും. DGPയുടെയും സൈബർ സെല്ലിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കീഴിൽ പല നിലയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. തുടർ നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തിങ്കളാഴ്ച മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ചേരും. 24 തിരുവനന്തപുരം. ട്വിസ്റ്റിനൊടുവിൽ ജയിൽ മോചിതൻ. പുഷ്പ 2 റിലീസിനിടെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായി. തെലങ്കാന ഹൈക്കോടതിയുടെ ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് അതിരാവിലെ ചഞ്ചൽഗുഡ ജയിലിൽ ഹാജരാക്കിയതിന് പിന്നാലെയാണ് നടൻ പുറത്തിറങ്ങിയത്. നിയമത്തെ മാനിക്കുന്നുവെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും അല്ലു അർജുൻ പറഞ്ഞു. വലിയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ അല്ലു അർജുൻ ജയിൽ മോചിതനായി. അതിരാവിലെ തന്നെ അല്ലു അർജുന്റെ അഭിഭാഷകരും കുടുംബാംഗങ്ങളും ചഞ്ചൽഗുഡ ജയിലിലെത്തി. ഇന്നലെ വൈകിട്ട് ലഭിച്ച ഹൈക്കോടതി ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് ഉടൻ തന്നെ സൂപ്രണ്ടിന് കൈമാറി. പിന്നാലെ 6:30 ജയിലിന്റെ പിൻഗേറ്റിലൂടെ അല്ലു അർജുൻ പുറത്തിറങ്ങി. ദൗർഭാഗ്യകരമായ അപകടമാണുണ്ടായതെന്നും നിയമത്തെ മാനിക്കുന്ന ആളാണ് താനെന്നും നടന്റെ ആദ്യ പ്രതികരണം. I respect the law and I will cooperate with them and I'll do the needful and very importantly I would like to give my condolences once again to the family. It is very unfortunate that we went to watch a film
and there was an accident. That is totally unintentional. അതേസമയം ഇന്നലെ ജാമ്യോത്തരവിന്റെ പകർപ്പ് സ്വീകരിക്കാതിരുന്ന പോലീസ് നടപടിക്കെതിരെ നിയമപരമായി നീങ്ങുമെന്ന് നടന്റെ അഭിഭാഷകൻ പറഞ്ഞു. അല്ലു അർജുന്റെ അറസ്റ്റിൽ അതിരൂക്ഷ വിമർശനമാണ് തെലങ്കാന സർക്കാർ നേരിടുന്നത്. BJP, BRS, YSR കോൺഗ്രസ് പാർട്ടികൾ സർക്കാരിനെതിരെ രംഗത്തെത്തി. കേന്ദ്രമന്ത്രിമാരടക്കം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കടന്നാക്രമിക്കുകയാണ്. പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങരുതെന്ന് അല്ലു അർജുൻ ആരാധകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. മുഷാവറ യോഗത്തിൽ നിന്ന് അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയിട്ടില്ലെന്ന സമസ്തയുടെ ഔദ്യോഗിക പ്രസ്താവന പരസ്യമായി തള്ളി ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. യോഗത്തിനു ശേഷം ഇറക്കിയ വാർത്താക്കുറിപ്പ് കളവാണെന്ന് മുഷാവറ അംഗം കൂടിയായ ബഹാവുദ്ദീൻ നദ്വി തുറന്നടിച്ചു. മുഷാവറയിലെ 2 പേർ തന്നെ കാഫിറാക്കിയെന്നും സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്നും ആവശ്യപ്പെട്ട് CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദൃശ്ശേരി രംഗത്തെത്തി. സമസ്തയിലെ തമ്മിലടി രൂക്ഷമായി തുടരുകയാണ്. മുഷാവറയിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോകാൻ കാരണം ഉമർ ഫൈസി മുക്കമാണെന്ന് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ആവർത്തിച്ചു. മുഷാവറ യോഗത്തിന് ശേഷം സമസ്തയുടെ പേരിൽ പുറത്തുവന്ന പ്രസ്താവന വസ്തുതകളോടും യാഥാർത്ഥ്യങ്ങളോടും നിരക്കാത്തതെന്ന് നദ്വി തുറന്നടിച്ചു. മുഷാവറയിലെ ചർച്ചകൾ താനാണ് പുറത്തുവിട്ടതെന്ന പ്രചാരണം ശരിയല്ലെന്നും ബഹാവുദ്ദീൻ നദ്വി ഫേസ്ബുക്കിൽ കുറിച്ചു. സമസ്തയ്ക്കെതിരെ CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദൃശ്ശേരിയും ആഞ്ഞടിച്ചു. മുഷാവറയിലെ 2 പേർ തന്നെ കാഫറാക്കിയെന്ന ഹക്കീം ഫൈസി ആദൃശ്ശേരി. ഞങ്ങളുടെ മാതൃസംഘടന സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അപ്പം നിങ്ങൾ പറയും നിങ്ങൾ സമസ്ത ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞോ? അശുദ്ധിയല്ലേ അവിടെ നടന്നത്? അത് നിങ്ങൾ മീഡിയ ലോകം കണ്ടിട്ടില്ലേ? അപ്പം അശുദ്ധി നടന്നല്ലോ, ശുദ്ധീകരിക്കണം. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെയും ഈ 2 വ്യക്തികൾ സ്വാധീനിക്കുന്നു. സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്നും ഹക്കീം ഫൈസി ആദൃശ്ശേരി ആവശ്യപ്പെട്ടു. 24 മലപ്പുറം. DYFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടിനെതിരെ നിയമ നടപടിക്ക് കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങോത്ത്. DYSPക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന പ്രസംഗത്തിനെതിരെയാണ് നടപടി. തന്റെ കുടുംബം CPMുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്നാണ് സമൂഹ മാധ്യമത്തിൽ DYSPയുടെ വൈകാരിക പ്രതികരണം. മൻസൂർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്വീകരിക്കുന്ന നയത്തിനെതിരായ പ്രതിഷേധമാണ് ഏറ്റെടുക്കുന്നത്. എന്നാൽ ബാബു പെരിങ്ങത്ത് ഇവിടെ ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ പണം പങ്കുവെറ്റിക്കൊണ്ട് ഈ സമരത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം ഇവിടെ നടത്തുകയാണ്. എന്താ ലക്ഷ്യം? ഈ സമരം വിദ്യാർത്ഥികളും പോലീസും തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റണം. ഈ സമരം കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്ക് നടത്തിയ പ്രതിഷേധത്തിനിടെ SFI പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതാണ് പ്രകോപനത്തിന് കാരണം. ഇതിനെ തുടർന്ന് DYSP ഓഫീസിലേക്ക് DYFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പ്രകോപനമുണ്ടായെങ്കിലും പോലീസ് സംയമനം പാലിച്ചു. ഇതിന് പിന്നാലെയായിരുന്നു DYFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടിന്റെ പ്രസംഗം. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത് തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് ആരോപണം. ഇത് ചർച്ചയായതോടെയാണ് DYFIക്കെതിരെ DYSP രംഗത്ത് വരുന്നത്. ജനുവരി 11-നകം ആരോപണം തെളിയിക്കാൻ DYFI നേതാവ് തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ബാബു പെരിങ്ങേത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. DYFI നടത്തിയ പ്രസംഗത്തെ ചൊല്ലി മകളുടെ ചോദ്യത്തിന് മുന്നിൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് DYSPയുടെ വൈകാരിക കുറിപ്പ്. തൻ്റെ കുടുംബം എല്ലാവിധത്തിലുമുള്ള പാർട്ടി ബന്ധം അവസാനിപ്പിക്കാൻ തയ്യാറായെന്നും ബാബു പെരിങ്ങേത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു. വിശാലമായ പുരോഗമന ചിന്താഗതി ഇവിടെ മടക്കി വയ്ക്കുകയാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് കാഞ്ഞങ്ങാട് DYSPയുടെ മറുപടി. 24 കാസർഗോഡ്. വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൽ കേന്ദ്രം നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഗ്രാൻഡായി നൽകാൻ പ്രധാനമന്ത്രി ഇടപെടണം. തൂത്തുക്കുടി തുറമുഖത്തിന് കിട്ടിയ അതേ പരിഗണന വിഴിഞ്ഞത്തിനും ലഭിക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ഷഫീദ്, വിഴിഞ്ഞം കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ ഒരു പ്രശ്നമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാറിയിരുന്നു. അക്കാര്യത്തിൽ ധനമന്ത്രിയും കേരളത്തിന് അയച്ച കത്ത് ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. എന്താണ് പ്രധാനമന്ത്രിയോട് ഇപ്പോൾ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത്? വിജയകുമാർ, ഈ വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തെഴുതിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ VGF ഗ്രാന്റിന്റെ കാര്യത്തിൽ പുലർത്തി വന്ന പൊതുനയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ്
വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കൂടാതെ VGF ഗ്രാൻഡായി തന്നെ അനുവദിക്കുന്നതിന് പ്രധാനമന്ത്രി ഇടപെടണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തെ സംബന്ധിച്ചതെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ച് വലിയ മാറ്റമുണ്ടാക്കുന്ന, വികസന നേട്ടമുണ്ടാക്കുന്ന ഒരു പദ്ധതിയെ ഈ രീതിയിലല്ല പരിഗണിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി ആ കത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കത്തിൽ പറയുന്നത്, ഈ VGF തിരിച്ചടവ് വിഷയത്തിൽ സ്വീകരിച്ച പുതിയ നിലപാട് അത് റദ്ദാക്കണമെന്ന് കേന്ദ്ര ധനമന്ത്രാലയത്തോട് അപേക്ഷിച്ചെങ്കിലും നിരസിക്കപ്പെട്ടു എന്നുള്ള കാര്യം കൂടി കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തൂത്തുക്കുടി തുറമുഖത്തിന് ഔട്ടർ ഹാർബർ പദ്ധതിക്ക് VGF അനുവദിച്ചപ്പോൾ സമാനമായ നിബന്ധനകൾ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്ന കാര്യവും മുഖ്യമന്ത്രി കത്തിൽ പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. തൂത്തുക്കുടി തുറമുഖത്തിന് നൽകിയ അതേ പരിഗണന വിഴിഞ്ഞവും അർഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ VGF തിരിച്ചടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എത്രയും വേഗം പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതും കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. വിജയകുമാർ. അതെ, തൂത്തുക്കുടി തുറമുഖത്തിന് കിട്ടിയ അതേ പരിഗണന വിഴിഞ്ഞത്തിനും ലഭിക്കണമെന്നാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. വയനാട് വൈത്തിരിയിൽ വീട്ടുമുറ്റത്ത് പുള്ളിപ്പുലി. വേങ്ങക്കോട് സുനിലിന്റെ വീട്ടുമുറ്റത്താണ് ഇന്ന് പുലർച്ചെ പുള്ളിപ്പുലിയെ കണ്ടത്. അതിനിടെ നീലഗിരിയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇന്നു പുലർച്ചെ 3 മണിയോടെയാണ് വേങ്ങേക്കോട് സുനിലിന്റെ വീട്ടിൽ പുലി എത്തിയത്. നായ ബഹളം വെച്ചതോടെ CCTV പരിശോധിച്ചപ്പോഴാണ് പുലിയെ കാണുന്നത്. പുലർച്ചെ ഒരു 3:15 അപ്പോൾ പട്ടി കരയുന്ന ഒച്ച കേട്ടിട്ട് ഞങ്ങൾ വാതിൽ തുറന്ന് പുറത്തു വന്നതാണ്. പുറത്തു വന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്കും പിള്ളേർ നമ്മളെ CCTV ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിനെ കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ വേഗം അകത്തേക്ക് തന്നെ തിരിച്ചു കയറി. ചെമ്പ്ര വനമേഖലയോട് ചേർന്നാണ് ജനവാസ കേന്ദ്രമുള്ളത്. ഇതേ സ്ഥലത്ത് ഇന്നലെ കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു. സുനിലിന്റെ തന്നെ 2 പശുക്കളെ അടുത്തിടയ്ക്ക് കടുവയും പിടിച്ചിരുന്നു. വീട്ടുമുറ്റത്ത് പുലി എത്തിയതോടെ ആശങ്കയിലാണ് ജനങ്ങൾ. അതിനിടെ വയനാടിന്റെ അതിർത്തി ജില്ലയായ നീലഗിരിയിൽ വ്യാപകമായി കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. പന്തല്ലൂർ, ഗൂഡല്ലൂർ മേഖലയിലെ കുരുമുളക്, കമുക്, ഈന്തപ്പന എന്നിവയാണ് നശിപ്പിച്ചത്. നഷ്ടം സംഭവിച്ച കർഷകർക്ക് വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 24 വയനാട്. പത്തനംതിട്ട ഓമല്ലൂർ പുത്തൻപീടികയിൽ പേവിഷബാധയുടെ ലക്ഷണങ്ങളോടെ തെരുവുനായ വീട്ടുവളപ്പിലെത്തി. പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടിയില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. 24 വാർത്തയ്ക്ക് പിന്നാലെ പഞ്ചായത്ത് അധികൃതർ എത്തി നായയെ പിടികൂടി. അല്പസമയം മുമ്പ് 24 ഒരു വാർത്ത നൽകിയിരുന്നു. ഒരു പേവിഷബാധ സംശയമുള്ള ഒരു നായ, തെരുവുനായ ഒരു പുരയിടത്തിൽ കിടക്കുന്നതായ ഒരു വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ ഈ പട്ടിയെ പിടിക്കുന്ന ആളുകളും ഒരു സ്നേഹിയാണ് അദ്ദേഹം ഉൾപ്പെടെ വന്ന്, ടോബി അദ്ദേഹം അടക്കം വന്ന് ഇപ്പോൾ ആ പേവിഷബാധ സംശയിക്കുന്ന പട്ടിയെ ഇപ്പോൾ വലയ്ക്കകത്താക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ശ്രീ ജോൺസൺ. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിനിപ്പോൾ എന്ത് ചെയ്യാനാണ് ഇനി ഉദ്ദേശിച്ചത്? നമ്മളവിടെ പഞ്ചായത്തിൽ കൂടുണ്ട്. ആ കൂട്ടിൽ കൊണ്ടുവന്ന് അതിനെ ഇട്ടിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ ഒരാളിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതുപോലെ കിടന്നു ഒരു 3 ദിവസത്തിൽ കൂടി ഇനി ജീവിക്കത്തില്ല. ഈ അസുഖം ഉണ്ടെങ്കിൽ 3 ദിവസം കഴിയുമ്പം കഴിച്ചു. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 7 ദിവസം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടാണ് 7 ദിവസത്തിനുള്ളിൽ കഴിച്ചു. ഇത് ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചോളം വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുക. വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടത്താൻ പറ്റാത്തൊരവസ്ഥ. ഇതിനുള്ളിൽ പുറത്തായാൽ ഇത് ഗേറ്റിനുള്ളിലായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? വലിയ ബുദ്ധിമുട്ടാണ്. ടോബി, എന്തായി? ഇപ്പോൾ ഇവിടെ ഓമല്ലൂർ പഞ്ചായത്തിൽ ഇപ്പം 7 എണ്ണത്തിന് മേളിൽ ഇപ്പം ഈ അടുത്ത സമയത്ത് തന്നെ പിടിച്ചിട്ടുണ്ട്. കൊണ്ടുപോയിട്ട് നേരം അവിടെ കൂട്ടിലാക്കുക, ഡോക്ടർ വന്നതിന് ബാക്കിയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ചെയ്യും. വലിയ ഇപ്പോൾ പുറത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നല്ലേ? പുറത്തായിരുന്നെങ്കിൽ ഓടണം അതിൻ്റെ പുറകെ. എത്ര എണ്ണത്തിനെ കടിച്ചിട്ടുണ്ടെന്ന് പോലും ഇപ്പോൾ അറിയത്തില്ല. ചേട്ടാ, അനുഭവം ഉണ്ടല്ലോ? അനുഭവമുണ്ട്. ഞാൻ പഞ്ചായത്തിൽ വർക്ക് ചെയ്ത് പുട്ടുകുടിലാണ് ഞാനാണ് കൊടുക്കുന്നത്. അപ്പം അപ്പോൾ 10 ദിവസം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 10 ദിവസം കഴിഞ്ഞ് അത് പോകുന്നുണ്ടെങ്കിൽ അത് പേ പിടിച്ചു തന്നു. അതുകൊണ്ട് എന്തായാലും അവിടെ ഇപ്പോഴും പട്ടികളെ സംരക്ഷിക്കുന്ന ഒരാളാണ് സംസാരിച്ചത്. ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇപ്പോൾ ഈ വീടിനകത്ത് കടന്നുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ്. കുറച്ച് നേരം വിജയകുമാരേട്ടനും കൂട്ടരും കുറച്ച് ബുദ്ധിമുട്ടി, അല്ല ബന്ധുക്കളും കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പട്ടിയെ ഇപ്പോൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു പ്രസിഡന്റ്, താങ്ക് യു 24, എല്ലാവർക്കും നന്ദി. പ്രതിഷേധങ്ങൾക്കിടെ കേരള സർവകലാശാലയിലെ പരിപാടിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചൊവ്വാഴ്ച സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന സെമിനാറിലാണ് ഗവർണർ പങ്കെടുക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഗവർണർ കേരള സർവകലാശാലയ്ക്ക് എത്തുന്നത്. 2019 ഡിസംബറിലാണ് അവസാനമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർവകലാശാലയിൽ എത്തിയത്.
സംസ്കൃത വിഭാഗം 3 ദിവസമായി സംഘടിപ്പിക്കുന്ന സെമിനാറിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്നത്. ഇതിനായി വൈസ് ചാൻസലർ വിളിച്ച ആലോചനായോഗം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബഹിഷ്കരിച്ചിരുന്നു. VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ചാൻസലറും പോർമുഖം തുറന്നതോടെയാണ് സർവകലാശാലകളിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമായത്. സർക്കാരിന് അനഭിമതനായ മോഹനൻ കുന്നുമ്മലിന് ആരോഗ്യ സർവകലാശാല VC-യായി പുനർനിയമനം നൽകിയതായിരുന്നു ഒടുവിലത്തെ വിവാദം. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ VC-മാർ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു നടപടി. ഗവർണറുടെ സന്ദർശനം കണക്കിലെടുത്ത കനത്ത സുരക്ഷ ഏർപ്പെടുത്തും. SFI പ്രതിഷേധം മുന്നിൽ കണ്ടാണ് തീരുമാനം. 24 തിരുവനന്തപുരം. പാതയോരങ്ങളിലെ ബോർഡുകളും ബാനറുകളും ഉടൻ മാറ്റണമെന്ന സർക്കുലറുമായി തദ്ദേശ വകുപ്പ്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നടപടി. നിർദ്ദേശം ലംഘിച്ചാൽ തദ്ദേശ സെക്രട്ടറിമാരിൽ നിന്ന് പിഴ ചുമത്താനാണ് തീരുമാനം. ഈ വർഷം ഒക്ടോബർ 27-ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഇറക്കിയ സർക്കുലറാണ് ഇത്. അനധികൃത ബോർഡുകളും ബാനറുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം. ഉത്തരവിറക്കി 2 മാസമാകുമ്പോഴും ഒരു നടപടിയും ഉണ്ടായില്ലെന്നതിന് തെളിവാണ് ഇന്നലെ വീണ്ടും ഇറക്കിയ ഈ സർക്കുലർ. സർക്കാരിന്റെ ഒരു വകുപ്പും പാതയോരങ്ങളിലോ ഫുട്പാത്തുകളിലോ ട്രാഫിക് ഐലൻഡുകളിലോ യാതൊരുവിധ ബോർഡുകളും ബാനറുകളും സ്ഥാപിക്കരുത്. അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യാൻ സ്ക്വാഡുകൾ ഇറങ്ങണം. ഇതിൽ വീഴ്ചയുണ്ടായാൽ അത് തദ്ദേശ സെക്രട്ടറിമാരുടെ വീഴ്ചയായി കാണുമെന്നും സർക്കുലറിൽ പറയുന്നു. അനധികൃത ബോർഡുകൾക്കും ബാനറുകൾക്കുമെതിരെ ഹൈക്കോടതി നിലപാട് ഘടിപ്പിച്ചതോടെയാണ് സർക്കാരിന്റെ ഇടപെടൽ. എന്നാൽ കാലാകാലങ്ങളിൽ ഇത്തരം ഉത്തരവുകൾ ഇറങ്ങാറുണ്ടെങ്കിലും അതൊന്നും നടപ്പാകുന്നില്ല എന്നതാണ് വസ്തുത. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില കാണാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണന് വയലാർ ഗാന്ധി ഭവൻ മാധ്യമ പുരസ്കാരം. മാധ്യമ മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. ഈ മാസം 18-ന് നടക്കുന്ന ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പുരസ്കാരം വിതരണം ചെയ്യും. കഴിഞ്ഞ 20 വർഷത്തിലധികമായി മലയാള മാധ്യമ മേഖലയിലെ സാന്നിധ്യം പരിഗണിച്ചാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനെ തിരഞ്ഞെടുത്തത്. കൈരളി ന്യൂസിലെ NP ചന്ദ്രശേഖരനും സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായി. ഈ മാസം 18-ന് തിരുവനന്തപുരം ഭാരത് ഭവനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഗാന്ധി ഭവൻ തിയേറ്റർ ഇന്ത്യ ഒരുക്കുന്ന 2ാമത് നാടകയാത്രയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ മന്ത്രി നിർവഹിക്കും. ഡോക്ടർ G രാജ്മോഹന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ VK പ്രശാന്ത് MLA, ഗാന്ധി ഭവൻ ചെയർപേഴ്സൺ ഡോക്ടർ ഷാഹിദ കമാൽ എന്നിവർ മുഖ്യാതിഥികളാവും. 24 തിരുവനന്തപുരം.
ആര്യനാട് ഗോപി ദൃശ്യമാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന് 24 ചീഫ് റിപ്പോർട്ടർ നിഖിൽ പ്രമേശും മികച്ച ദൃശ്യാവിഷ്കാരത്തിന് രാജ് കിരണും അവാർഡ് ഏറ്റുവാങ്ങി. കൊല്ലം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി പ്രസാദ് അവാർഡുകൾ വിതരണം ചെയ്തു. ഇന്ത്യ ഓസ്ട്രേലിയ 3-ാം ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിൽ രസം കൊല്ലിയായി മഴ. പലകുറി തടസ്സപ്പെട്ട മത്സരം മഴ കൂടുതൽ ശക്തമായതോടെ നേരത്തെ നിർത്തി. വെറും 13.2 ഓവർ മാത്രം നടന്ന കളിയിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 28 റൺസ് എന്ന നിലയിലാണ് ഓസ്ട്രേലിയ. ടോസ് നേടിയ ഇന്ത്യ ബൗളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് വമ്പൻ പോരാട്ടം. രാത്രി 7:30 കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എൽ ക്ലാസിക്കോ പോരാ. കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടത്തിന് ഇപ്പോൾ ആ വിശേഷണം ശരിയോ എന്ന് സംശയിക്കുന്നവർ ഏറെ. മോഹൻ ബഗാൻ ഇന്ത്യൻ ഫുട്ബോളിലെ സൂപ്പർ ജയന്റ് ആയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പൊട്ടിത്തെറിക്കുക പോയിട്ട് ഒന്ന് കത്തുന്നു പോലുമില്ല. 11 കളിയിൽ 6 തോറ്റ 11 പോയിന്റോടെ 10ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇനിയും തോറ്റാൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ പോലും ഇല്ലാതാകും. കിരീടങ്ങളില്ലെങ്കിലും ചങ്കായി കൂടെ നിന്നിരുന്ന ആരാധകർ പോലും ക്ലബിനോട് കട്ടക്കലിപ്പിൽ. സീസണിന്റെ തുടക്കത്തിൽ നല്ല സൈനിങ്ങുകളില്ലെന്നും സ്ട്രാറ്റജി പോരെന്നുമുള്ള മഞ്ഞപ്പടയുടെ ആശങ്ക ശരിവെക്കുന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ പ്രകടനം. അതേസമയം മോഹൻ ബഗാനെ വീഴ്ത്താനായാൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചുവരവിന് പ്രചോദനമാകും. കഴിഞ്ഞ സീസണിൽ സാൾട്ട് ലേക്കിൽ മോഹൻ ബഗാനെ തോൽപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിനായിരുന്നു. അന്നത്തെ മികവിന്റെ 7 അകലത്തില്ലെങ്കിലും നോവ സദുയും ഹെസൂസുമെല്ലാം മിന്നിച്ചാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതേസമയം 1-ാം സ്ഥാനം നിലനിർത്താനാണ് മോഹൻ ബഗാന്റെ പടയൊരുക്കം. 10 കളിയിൽ 7 ജയിച്ച 23 പോയിന്റോടെ ഒന്നാമതുള്ള കൊൽക്കത്തൻ ക്ലബ്ബ് പ്ലേ ഓഫ് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. സ്പോർട്സ് ഡെസ്ക് 24. ഐ ലീഗ് ഫുട്ബോളിൽ 2ാം ജയം ലക്ഷ്യമിട്ട് ഗോകുലം കേരള FC ഇന്നിറങ്ങും. വൈകിട്ട് 4:30 നടക്കുന്ന എവേ മത്സരത്തിൽ ഷില്ലോങ് ലജോങ് ആണ് എതിരാളികൾ. ജയമില്ലാത്ത 3 മത്സരങ്ങൾ, ഉയരത്തിലുള്ള ഗ്രൗണ്ടും മോശം കാലാവസ്ഥയും. ഷില്ലോങ് ലജോങ്ങിനെ നേരിടാൻ മേഘാലയയിലെ SSA സ്റ്റേഡിയത്തിലെത്തുമ്പോൾ ഗോകുലം കേരള FCക്ക് മുന്നിൽ വെല്ലുവിളികളേറെ. 4 കളിയിൽ 1 വീതം ജയവും തോൽവിയും 2 സമനിലയും ഉൾപ്പെടെ ഗോകുലത്തിന്റെ അക്കൗണ്ടിലുള്ളത് 5 പോയിന്റ്. 2 ഹോം മത്സരങ്ങളിൽ നിന്ന് 1 പോയിന്റിൽ ഒതുങ്ങിയത് വൻ തിരിച്ചടിയായി. അതെല്ലാം മറക്കണമെങ്കിൽ ഷില്ലോങ്ങിനെതിരെ മികച്ച ജയം അനിവാര്യം. അവസരങ്ങൾ മുതലാക്കാനാവാത്ത മുന്നേറ്റ നിരയും ആവോളം ഗോൾ വഴങ്ങുന്ന പ്രതിരോധവും. പരിഹാരം കണ്ടെത്തേണ്ട പ്രശ്നങ്ങൾ ഏറെയുണ്ട് പരിശീലകൻ അന്റോണിയോ റുവേഡയ്ക്ക്. സീസണിൽ 5 ഗോൾ അടിച്ചപ്പോൾ അത്ര തന്നെ ഗോൾ ഗോകുലം വഴങ്ങിയിരുന്നു. 3ാം ഐ ലീഗ് കിരീടവും ISL പ്രൊമോഷനും മോഹിക്കുന്ന ടീമിന് ആ ലക്ഷ്യത്തിലെത്താൻ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടേ തീരൂ. ഷില്ലോങ്ങിനെതിരായ മത്സരം അതിന്റെ തുടക്കമാകുമെന്ന പ്രതീക്ഷയിലാണ് മലബാറിയൻസ്. സ്പോർട്സ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.